രാവിലെ തന്നെ കിച്ചണിൽ യമണ്ടൻ അടി നടന്നിരിക്കുകയാണ്. ബിന്നിയും അനീഷും തമ്മിലാണ് യമണ്ടൻ അടി നടന്നിരിക്കുന്നത്. എന്താണ് സംഭവം പറയാം. ആരാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി മാറിയത്? ആരിനോ, ബിന്നിയോ, അതോ അക്ബറോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 57 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഡിങ്കിരി 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 പട്ടാളം, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം കിച്ചണിൽ മോർണിംഗ് തന്നെ വന്നിട്ട് നമ്മുടെ ഷാനവാസ് എന്തോ പഞ്ചസാര എന്തോട്ട് എടുത്തിട്ട് അനീഷിന് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് ജിസേൽ കാണുന്നു. ജിസേൽ കണ്ടിട്ട് പറയുന്നു, അപ്പോൾ പഞ്ചസാര ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് ജിസൈൽ. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഓ ഇച്ചിരി പഞ്ചസാരയുടെ കേസിലാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വിഷയം നടക്കുന്നു അവിടെ. അതിനുശേഷം നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് നമ്മുടെ അനീഷ് വരുന്നു. അനീഷ് വന്ന് നോക്കുമ്പോൾ കിച്ചന് ആകെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുന്ന ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അനീഷ് ഇതൊക്കെ കണ്ടിട്ട് പറയുകയാണ്, എന്ത് വൃത്തികേടായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, വാരി വലിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് എല്ലാം വൃത്തിയാക്കുന്നു. വൃത്തികേടായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ മൊത്തം വൃത്തിയാക്കുന്നു. ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിന് എന്തോ വെസൽ എന്തോട്ട് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് അനീഷ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ബിന്നി കിച്ചൺ ഏരിയയിലോട്ട് വരുന്നത്. അപ്പോൾ ബിന്നി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അനീഷ് പറയുന്നു, ബിന്നിയോടാണ് പറയുന്നത്, ഈ ചോറ് എന്താ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാത്തത്, കുറച്ച് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ബിന്നി, ഫ്രിഡ്ജിനകത്ത് എവിടെ സ്ഥലം ഉള്ളത്, ഈ ഉള്ള സ്ഥലത്തൊക്കെ വെച്ചു, ഇത് നിറഞ്ഞിരിക്കുകയാണ്, ഇതിനകത്ത് എവിടെ വയ്ക്കുന്നത്? അപ്പം അനീഷ്, എന്തിനാണ് ആഹാരം വേസ്റ്റാക്കിയത്, ആഹാരം എന്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പോൾ ബിന്നി, അത് വയ്ക്കാൻ ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ ശരിയെന്ന് അനീഷ് പറയുന്നു. എന്നിട്ട് അനീഷിന് വേറൊരു കാരണമില്ലല്ലോ പറയാൻ. അപ്പോൾ അനീഷ് വെറുതെ ഒരു പ്രശ്നം എടുത്തിട്ട് പറയാണ്, ഇത് മൊത്തം വൃത്തികേടാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആണ് വൃത്തിയാക്കിയത്. ഇതൊക്കെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു, ഇത് ഞാനാണ് മൊത്തം വൃത്തിയാക്കിയത്, നിങ്ങൾക്ക് ഒട്ടും ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി, ഇന്നലെ നമ്മൾ ആരും കുക്ക് ചെയ്തില്ല, മിനിഞ്ഞാന്നല്ലേ കുക്ക് ചെയ്തത്. അപ്പം അനീഷ്, ഇവിടെ ആരായാലും ഇങ്ങനെ കാണിച്ചതൊട്ടും ശരിയായില്ല, ഈ പറഞ്ഞ സ്ലാബ് മൊത്തം വൃത്തിയാക്കിയത് ഞാനാണ് വൃത്തിയാക്കിയത്. എത്ര നേരമായി? അപ്പോൾ ബിന്നി, എത്ര നേരമായി? അപ്പോൾ അനീഷ്, എത്ര നേരമായി? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ആരാണ് വൃത്തിയാക്കാനുള്ളത്? നിങ്ങളല്ലേ ഇത് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഞാനാണിപ്പോൾ വൃത്തിയാക്കിയതെന്ന് അനീഷ് പറയുന്നു. അപ്പോൾ ബിന്നി, നമ്മൾ പറഞ്ഞോ നിങ്ങളോട് വൃത്തിയാക്കാൻ? വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ വൃത്തിയാക്കും. നിങ്ങളുടെ പണി ഇപ്പോഴല്ലേ നിങ്ങൾ വെസൽ കഴുകി തീർന്നത്, ഇത്ര നേരം അവിടെ കഴുകിക്കൊണ്ട് നിന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇപ്പം തന്നെ അല്ലേ ഇത് കഴുകി വൃത്തിയാക്കിയത്, അപ്പോൾ നമ്മളും ഇപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ കരുതുക എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ഞാൻ ചെയ്തു തരാം, പറ്റില്ലെങ്കിൽ പറ, ഞാൻ ഫുഡ് ഉണ്ടാക്കാം. ഇങ്ങനെ വൃത്തികേടാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു, അതൊക്കെ കയറുമായിരുന്നു, നീ അത് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളൊരു ഡോക്ടറല്ലേ, ഒരു ഹൈജീൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്യുന്നു അനീഷ്. അപ്പോൾ ബിന്നി, നമുക്ക് വൃത്തിയാക്കാൻ അറിയാം, ഓക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്മി ലാ 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 പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് അതിൻ്റെ അകത്ത് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിന്നിയും അനീഷ് അവിടെ കണ്ടത് പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ പൊരിഞ്ഞ വഴക്ക്. അപ്പോൾ ബിന്നി, മാറി നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വരരുത്. അപ്പോൾ ബിന്നി, എടോ നിങ്ങളോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക്. അപ്പോൾ അനീഷ് അടിക്കാൻ പോകുന്നു, ബിന്നി ഇങ്ങോട്ട് അടിക്കാൻ വരുന്നു. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖമുള്ള ഫേസ് ടു ഫേസ് അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ഏരിയയിൽ. അപ്പോൾ ബിന്നി പറയുന്നു, എടോ മാറി നിൽക്കാനല്ലേ പറയുന്നേ, എൻ്റെ വായിക്കകത്ത് കയറി സംസാരിക്കാതെ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, നീ ഒരു ഡോക്ടറല്ലേ, നിനക്കൊരു ഹൈജീൻ അല്ലേ,
പാറ്റിയും പല്ലിയും ഒക്കെ അവിടെ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് വീണ്ടും തുടങ്ങുകയാണ് ഈ പ്രശ്നങ്ങൾ എടുത്തിട്ട് തുടങ്ങി അങ്ങോട്ട് പെരുപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ അത് വൻ വിഷയമാകുന്നു. അങ്ങനെ വൻ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കിച്ചൺ ഏരിയയിൽ. അതിനുശേഷം ആണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അതിന് ശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ തമിഴ് സീസണിലോ അതായത് കഴിഞ്ഞ പോയ സീസണിലൊക്കെ കണ്ടിട്ട് സെയിം ടാസ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് അക്ഷര നക്ഷത്രം എന്നാണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് വരുന്നത്. ഗാർഡൻ ഏരിയയിൽ 3 പേർക്കായിട്ട് 3 ബോർഡുകൾ കാണും. ഈ ബോർഡിൽ ക്യാപ്റ്റൻ എൻ്റെ സ്പെല്ലിങ്, ക്യാപ്റ്റൻ എന്ന അതിൻ്റെ സ്പെല്ലിങ് അതായത് CAPTAIN ഇത് 3D ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഒട്ടിക്കുക എന്നാണ് പറയുന്നത്. സ്പേസ് ഉണ്ടാകും, അത് ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടാകും. ഈ 3D ബ്ലോക്ക് ലെറ്റേഴ്സ് ആ ബോർഡിൽ ഒട്ടിക്കുക എന്നാണ് പറയുന്നത്. ബസർ അടിക്കുന്ന സമയത്ത് ഈ 3 പേരും ലെറ്റേഴ്സ് മാക്സിമം കളക്ട് ചെയ്യുക. എന്നിട്ട് CAPTIA ഇതുവരെ മാക്സിമം അതിനകത്ത് പെറുക്കി എത്രയും വേഗത്തിൽ വയ്ക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ വയ്ക്കാൻ നോക്കണം എന്നാണ് പറയുന്നത്. ക്യാപ്റ്റൻ്റെ N മാത്രം പ്രത്യേകിച്ച് മാറ്റി വച്ചിരിക്കും, അതായത് വേറൊരു പോഡിയത്തിലാക്കി മാറ്റി വച്ചിരിക്കും. ബാക്കി എല്ലാ ലെറ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ N എന്ന ലെറ്റർ അവിടെ വയ്ക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഒരേ ഒരു N ആണുള്ളത്, അതായത് ഒരേ ഒരു N മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ N ലാസ്റ്റ് മാത്രമേ വെക്കാൻ പറ്റൂ എന്നും പറയുന്നു. CAPTAI ഇത് ഈ 6 ലെറ്റർ ഉണ്ടല്ലോ, ഈ 6 ലെറ്റർ വെച്ചിട്ട് മാത്രമേ അടുത്തത് N വയ്ക്കാവൂ എന്നും പറയുന്നു. ഈ 6 ലെറ്റർ ആരാണോ ആദ്യം വയ്ക്കുന്നത് അവർക്ക് മാത്രമേ ഈ N എടുത്ത് വയ്ക്കാനുള്ള ഇതുള്ളൂ എന്നാണ് പറയുന്നത്, വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇതാണ് ടാസ്ക്. സിമ്പിൾ ടാസ്ക്കാണ്, സെയിം ടാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ടാസ്ക് തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക്കായിട്ട് കൊടുത്തത്. അപ്പോൾ ബിന്നി, ആര്യൻ, അക്ബർ ഇവർ മൂന്ന് പേരാണല്ലോ മത്സരിക്കാനുള്ളത്. അപ്പോൾ ഇവർ ബസറും കാര്യങ്ങളൊക്കെ അടിക്കുന്നു. ഈ ടാസ്ക് വച്ചിരിക്കുന്നത്, അതായത് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ബിന്നിയുടെ നേരെയാണ് ഈ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ കുറേ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ബാസ്ക്കറ്റിൽ കുറേ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി ചിതറി വയ്ക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് എത്താൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ബിന്നിക്കാണ് ഏറ്റവും എളുപ്പമുള്ളത് ബിന്നിക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ബാക്കി 2 പേർക്കും ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം പെറുക്കി വെക്കുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ റോയിലൊന്നും വയ്ക്കണമെന്നില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ റോയിലൊന്നും വയ്ക്കണമെന്നില്ല, അതായത് CAPT അങ്ങനെ വയ്ക്കണമെന്നില്ല. ക്യാപ്റ്റൻ എന്നുള്ള ലെറ്റർ അങ്ങനെ വയ്ക്കണമെന്നില്ല, അതായത് C വയ്ക്കാം ആദ്യം, അല്ലെങ്കിൽ A വയ്ക്കാം, അങ്ങനെയൊക്കെ വയ്ക്കാം. അങ്ങനെ വയ്ക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സും വേഗത്തിൽ ഇങ്ങനെ പെറുക്കി കംപ്ലീറ്റ് ചെയ്യുന്നത് അവസാനം എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ബിന്നിയാണ്. ഇങ്ങനെ കറക്റ്റ് കംപ്ലീറ്റ് ഓർഡറിൽ 6 ലെറ്ററും കംപ്ലീറ്റ് ആയിട്ട് വയ്ക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ബിന്നിയാണ്. അപ്പോൾ തൊട്ട് പുറകെ നമ്മുടെ ആര്യൻ 5 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 5 കംപ്ലീറ്റ് ചെയ്തിട്ട് 6ാമത്തെ ലെറ്റർ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തപ്പി നടക്കുകയാണ്. ശരിക്കും ഇവിടെ ഇല്ലെങ്കിൽ ആര്യം വെച്ചാനെ അവിടെയാണ് ആര്യനെ ശരിക്കും പഴച്ചത്. പക്ഷേ 3 പേര് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിച്ചത് ബിന്നിയാണ്. അപ്പോൾ ബിന്നിയാണ് ഇവിടെ വിന്നറാകുന്നത്. ബിന്നി അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകുകയാണ് ചെയ്യുന്നത്. അതായത് ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 7. അതിനുശേഷം ടീം ഡിവൈഡ് നടക്കുന്നു. ആദ്യം തിരിക്കാൻ പോകുന്നത് ബാത്റൂം ടീമിനെയാണ്. ബാത്റൂം ടീമിനകത്ത് നമ്മുടെ നെവിൻ, ജിസേൽ ഇവർ 2 പേരുമാണ്. അതിനകത്ത് നെവിനാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ 2 പേരും തമ്മിൽ ഞാൻ ആദ്യം നോക്കാം, ഞാനിത് നോക്കാം, നീ അങ്ങനെ ചെയ്യണം കേട്ടോ, ഞാനിങ്ങനെ ചെയ്യാം പറഞ്ഞിട്ട് 2 പേരും കൂടി അതിനകത്ത് നടന്ന് 2 പേരും കൂടി തമ്മിൽ വഴക്ക്. അപ്പോൾ ഇവർ 2 പേരുമാണ് ബാത്റൂം ടീമിനകത്തുള്ള, വേറെ ആരുമില്ല. അടുത്ത് കിച്ചൺ ടീമിനാണ് തിരിക്കുന്നത്. കിച്ചൺ ടീമിനകത്ത് അനീഷ്, അക്ബർ, അനു, ഒനിൽ ഇവർ 4 പേരാണ് വരുന്നത്. അതിനകത്ത് അനീഷാണ് ക്യാപ്റ്റൻ. ഇനി അടുത്ത് ഫ്ലോർ ടീമിലാണ് വരുന്നത്. ഫ്ലോർ ടീമിനകത്ത് ആര്യൻ, ആദില, ഷാനവാസ് ഇവർ 3 പേരാണ് ഫ്ലോർ ടീമിനകത്തുള്ളത്. പിന്നെ വെസൽ ടീമിനെയാണ് തീരുമാനിക്കുന്നത്. വെസൽ ടീമിനകത്ത് നമ്മുടെ ലക്ഷ്മി, സാബു, നൂറ, അതിനകത്ത് സാബു ആണ് ക്യാപ്റ്റൻ. ഫ്ലോർ ടീമിനകത്ത് നമ്മുടെ ആര്യനുമാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഇങ്ങനെയാണ് ടീം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇനി അടി പൊട്ടുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. ഓക്കെ,
ഇനി ബാത്റൂം ടീം പറയുന്നു ഞങ്ങൾ മാക്സിമം വൃത്തിയാക്കി തരാം, അതായത് ഒരാഴ്ചയായിട്ട് ബാത്റൂം ആകെ കുളമായി കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ആ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതൊക്കെ മൊത്തം കുളമായിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ മാക്സിമം റെഡിയാക്കി തരാമെന്ന് പറയുന്നു. ഇനി കിച്ചൺ ടീമിനകത്ത് അനീഷ് വന്നിട്ട് പറയുന്നു നമ്മൾ പഞ്ചസാരയൊന്നും മാറ്റി വയ്ക്കത്തില്ല, പക്ഷേ പഞ്ചസാര നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും അനീഷ് പറയുന്നു. ഇത്രയാണ് പറയുന്നത്. അതിന് ഫ്ലോർ ടീമിനും അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, റൂൾസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, അവർ വൃത്തിയാക്കി തരാമെന്ന് പറയുന്നു. പിന്നെ വെസൽ ടീം ഒന്നും പറയുന്നില്ല, ഒരു റൂൾസും അവർ വെക്കുന്നില്ല. ഓക്കെ, ഇതിലൊക്കെ അതായത് വെസൽ ടീമിന് നമ്മുടെ ബിന്നി കൂടെ ഉണ്ട്, ക്യാപ്റ്റൻ ഓൾ ഇൻ ഓൾ ആണല്ലോ, അപ്പോൾ എല്ലാത്തിലും ബിന്നി സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ 3 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നോമിനേഷൻ ഉണ്ടാകുമോ എന്നറിയത്തില്ല, ഇതുവരെ നോമിനേഷൻ നടന്നിട്ടില്ല. ചിലപ്പോൾ ഫാമിലി വീക്ക് വരാൻ പോകാണല്ലോ, അതുപോലെ നമ്മൾ പ്രമോയിൽ കണ്ട പോലെ നമ്മുടെ ഇന്ന് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയാണ് വരുന്നത്. ബിന്നിയുടെയും വരുന്നുണ്ട്, ആ പ്രമോ വന്നിട്ടില്ല, അത് പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പേരുടെ ഫാമിലിയാണ് ഇന്ന് വരാൻ പോകുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇവരുടെ 3 പേരുടെ ഫാമിലിയാണ് വരാൻ പോകുന്നത്. അവരെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി തുടങ്ങും. ചിലപ്പോൾ ഫാമിലി പോയി കഴിഞ്ഞിട്ടാണോ, അതായത് അതിന് ശേഷം, അതായത് മുമ്പാണോ നമ്മുടെ നോമിനേഷൻ നടക്കുക എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.